അപ്രത്യക്ഷമായി കണ്ടൊരു കാഴ്ചയാണ്. ഒരു മുത്തശ്ശനും മുത്തശ്ശിയും കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിക്ക് തീരെ വയ്യാഞ്ഞിട്ടാണ് നടന്നു പോകണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തിനും നമ്മുടെ വണ്ടിയിലൊന്ന് കൊണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിച്ചിരുന്നു. പക്ഷെ അവർ പറഞ്ഞ മറുപടി, ചേട്ടാ എവിടേക്കാ കൊണ്ടാക്കണോ? വരുമോ, കയറിക്കോളൂ. നടക്കാൻ വയ്യല്ലോ അമ്മയ്ക്ക്. വണ്ടി അങ്ങോട്ട് എടുക്കണോ? വണ്ടി അങ്ങോട്ട് എടുക്കട്ടെ? അതെ, ഓട്ടോ വിളിക്കണോ? ആ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ ഒന്നും നോക്കിയില്ല, നേരെ ഷോപ്പിലേക്ക് വന്നു. അവർ പോകുമെന്നുള്ള ടെൻഷനിലാണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. അവർ പോകണം മുന്നേ അവരുടെ കയ്യിലേക്ക് ഒരു ഓണ സമ്മാനമായിട്ട് എത്തിക്കണം എന്നുള്ളതിൽ ഉള്ള ലക്ഷ്യം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വളരെ സ്പീഡിലായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ കോട്ടൺ സാരിയും സെറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരെ അങ്ങനെ തിരഞ്ഞു പോയി. എവിടെയും കാണാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു റോഡ് സൈഡിൽ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് വലിയൊരു സമാധാനം കേട്ടോ. ഒരു മരത്തിൻ്റെ ചോട്ടിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചത് അവരുടെ വീടിൻ്റെ മുന്നിലാണോ ഇരിക്കണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ വീട് തൊട്ടടുത്താണെന്നാണ് അറിഞ്ഞത്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച് നേരെ കൊണ്ട് സെറ്റിമുണ്ട് കൊടുക്കണ്ട, ആദ്യം പോയിട്ട് അച്ഛനും അമ്മയുടെ അടുത്തും ഒന്ന് സംസാരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ പോയി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ എവിടെ നിന്നാണ് ചോദിച്ചപ്പോൾ ഞാൻ കുത്താമ്പുള്ളിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സഹായം ഉണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഒന്നും സഹായം വേണ്ട മോനെ പറഞ്ഞു. എന്നാലും ഞാനൊരു ഓണക്കൊടി കൊടുക്കുന്നുണ്ട്, അമ്മയ്ക്കും അച്ഛനും തന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഓ തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ സെറ്റ് നമ്മുടെ കളർ സാരിയും ആയിട്ട് ഡോർ അടച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നേരെ തിരിച്ചു വന്ന് ഡോർ അടച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പോൾ അവർ കൊണ്ടുപോകുമ്പോൾ തന്നെ അച്ഛൻ നോക്കുന്നുണ്ടായിരുന്നു, ഇതെന്താ മോനെ എന്താണെന്ന് ചോദിക്കണത്. അമ്മയും അതന്നെയാണ് ചോദിച്ചത്. ഒരു സെറ്റുമുണ്ട് പോരെ, ഒരു സാരിയും പോരെ എന്ന് ചോദിച്ചു. ഇല്ല, ഇത് നിങ്ങൾക്കാണ്, നിങ്ങൾ ഓണം അടിപൊളിയാക്കണം, എല്ലാം ഉടുക്കണം അമ്മ പറഞ്ഞു. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ടാണ് കിട്ടുന്ന മോനെ, എനിക്കിതുപോലെ ആരും തന്നിട്ടില്ല, അച്ഛനും അമ്മയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ആകെ വലിയൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കിട്ടുന്നതെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു അനുഗ്രഹം കൂടി കിട്ടി കേട്ടോ. അമ്മയുടെ അടുത്ത് നിന്ന് മാത്രമല്ല, അച്ഛനും ഭയങ്കര സന്തോഷമായതിലേക്ക് അച്ഛനും എന്നെ അനുഗ്രഹിച്ചിരുന്നു. അപ്പോൾ അവർ ബാഗിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട് അടുത്താണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ, വേണ്ട മോനെ വീട് തൊട്ടടുത്താണ്, ഞാൻ കൊണ്ടുക്കോളാം എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബാഗ് കൊടുത്തു വിട്ടു. അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിണ്ടാവേ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അവർ സന്തോഷം